ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുമോ എന്ന് നമുക്കിന്ന് നോക്കാം. നടക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സമയമെടുക്കും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം അവിടെ കിട്ടും. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അത് തൊട്ട് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം നടക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് പോസിറ്റീവ് കാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഇവിടെ ഒരു ആഘോഷമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യത്തെ കാർഡ് തന്നെ അബണ്ടൻസ്, അതായത് സമൃദ്ധിയാണ് കാണിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ജോലി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ലഭിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നടത്തിക്കാനുള്ള അല്ലെങ്കിൽ നടത്തിയെടുക്കാനുള്ള ഒരു പവർ നിങ്ങളിലുണ്ട്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നിങ്ങളത് നടത്തിയെടുക്കുക. അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഇവിടെ 100% നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സാധിച്ച് എടുക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സാധിച്ചെടുക്കണം. കാരണം നിങ്ങൾക്ക് ആ ഒരു പവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ മുൻപോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ പലർക്കും ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും വെക്കേണ്ട. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അതുപോലെ നിങ്ങളിൽ ചിലരൊക്കെ എന്തൊക്കെയോ ജസ്റ്റിസിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നീതി ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും ലീഗൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾക്ക് അത് കിട്ടിയേ മതിയാവൂ എന്നുള്ള കേസിലൊക്കെ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമോ അല്ലെങ്കിൽ വസ്തു തർക്കമോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും നമുക്ക് നീതി ലഭിക്കാറില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരെ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടും. അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗവൺമെന്റ് ജോബിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല സമയമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ പഠിക്കണമല്ലോ, നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ, വലിയ ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് നടക്കും. കാരണം ഇവിടെ ഒരു ഗവൺമെന്റ് ആ ഒരു രീതിയിലുള്ള കാർഡ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ലഭിക്കും. അതുപോലെ വിവാഹത്തിന് വേണ്ടിയിട്ട്, വിവാഹ തടസ്സമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വിവാഹം നടക്കാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നവർക്ക്. അതുപോലെ ചില ആൾക്കാർക്കൊക്കെ വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ വിദേശത്ത് പോകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഈ പഠിക്കാനായാലും അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ പേപ്പർ വർക്കൊക്കെ ശരിയാവാത്തത് കാരണമോ വിസ വരാത്തത് കാരണമൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു അബണ്ടൻസ് വീണ്ടും ചില കാർഡുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും പല രീതിയിൽ വരുമാനങ്ങൾ, ചില ആൾക്കാർക്ക് ബിസിനസ് ആയിരിക്കാം, അതിലൊക്കെ ഒരു ലാഭം വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ചിലരൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടും മറ്റും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്കൊരു പണം അല്ലെങ്കിൽ ഒരു ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല വഴികളിൽ കൂടി പണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ആണ് കാണുന്നത്. അതുപോലെ ചില സ്ത്രീകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അത് മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും
അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിലൂടെയൊക്കെ വരുന്ന ചില ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ചെറിയൊരു ബിസിനസ് ആയിരിക്കാം, അതൊക്കെ ഒന്ന് പച്ച പിടിച്ച് നല്ല രീതിയിലൊക്കെ ആവുന്നത് കാണുന്നുണ്ട്. ഒരു രാജാവിനെ പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. അവസരങ്ങൾ നിങ്ങളിൽ ചിലരിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കി നിൽക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കാതെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോഴതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളതായി കാണുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളെ വഴി നടത്തുന്നതും. നിങ്ങളിൽ പലരും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകാം. നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരുന്നതായി കാണുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഒരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം തരുന്ന നല്ലൊരു തുടക്കം അല്ലെങ്കിൽ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നതായി കാണുന്നു. ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്ന ആണെങ്കിൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുന്നു. അതുപോലെ വിദേശത്ത് കുടുംബമായിട്ട് പോകാനോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ഇതൊരു നല്ല സമയമാണ്, അതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നതായി കാണുന്നു. അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ്, അവർക്ക് ഒരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും പല പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ തീർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര വലുതാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്ട്സ് ഇല്ല അല്ലെങ്കിൽ മാനസികമായിട്ട് അടുപ്പമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ വീണ്ടും പഴയ ഒരു ഐക്യത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു ലവ് എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണുന്നത്. അവരുടെ സ്നേഹം പലപ്പോഴും ഒരുപക്ഷെ അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഇപ്പോൾ തരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.